പൈസ ചെലവില്ലാതെ തന്നെ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള നല്ലൊരു വളം ഈ ധൃതരാഷ്ട്ര പച്ചയിൽ നിന്ന് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെടികൾക്ക് പൊട്ടാഷ് വളം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പൊ നമ്മളിത് കെട്ടിയിട്ട് ഒരു ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹായ്, നമസ്കാരം. ഫാസിലാണ്. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ചെടികളെ വളർച്ചക്കും അതേപോലെ കായ്ഫലം കിട്ടാനൊക്കെ നമ്മൾ ഒരുപാട് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വളങ്ങൾ പ്രധാന മൂലകമായിട്ടുള്ള NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഈ വളങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് പച്ചിലകൾ നമ്മുടെ വീട് പരിസരത്തും അതേപോലെ പറമ്പിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോ നൈട്രജൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് നമ്മൾ ചെടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് ചാണകപ്പൊടിയൊക്കെ. ചെടികളെ ആദ്യഘട്ട വളർച്ചക്കൊക്കെയാണ് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത്, കാരണം അതിൽ നൈട്രജൻ കണ്ടന്റ് ഉണ്ട്. പക്ഷെ ഈ ചാണകത്തിൽ അടങ്ങിയിട്ടുള്ള നൈട്രജൻ കണ്ടന്റിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മളെ സീമക്കൊന്നന്റെ ഇലയിൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ പച്ചിലകൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിനാലും കൂടുതലായിട്ട് വളങ്ങൾ നമ്മളെ പച്ചിലകളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ കൂടുതലായിട്ട് പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ചെടിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം നമ്മൾ ചെടികൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ധാരാളം ചെടികൾക്ക് പൊട്ടാഷ് കണ്ടന്റ് ധാരാളമായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ പല രൂപത്തിൽ, രാസരൂപത്തിലും അതേപോലെ ജൈവരൂപത്തിലൊക്കെ നമ്മൾ പൊട്ടാഷ് കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മളെ 8%, അത് വെച്ചാൽ നമ്മളെ കാർഷിക സർവകലാശാല ശാസ്ത്രീയമായിട്ട് തെളിയിച്ചതാണ്, 8% പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മളെ പറമ്പിലൊക്കെ കാണുന്ന ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട്ടു വള്ളിച്ചെടിയാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയും, അതേപോലെ പല പേരിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ വള്ളിച്ചെടി നമ്മൾ കൂടുതലായിട്ട് പറമ്പുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ അറിയാം, കാരണം ഇത് നല്ല രീതിയിൽ നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിക്കും. ഇപ്പൊ നമ്മൾ മറ്റു കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേലേക്ക് ഇത് പടർന്ന് പന്തലിച്ചിട്ട് ആ ചെടി നശിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതെല്ലാവരും കള പറിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടൊക്കെയാണ് ഇത് വൃത്തിയാക്കല്. പക്ഷെ ഇതിനെ കൊണ്ട് ദോഷം മാത്രമല്ല, ഇതിനെ കൊണ്ട് നമ്മളെ ചെടികൾക്ക്, കൃഷിക്ക് വളരെ ഗുണം ചെയ്യുന്ന പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു വളം കൂടിയാണ് ഈ കാട്ടുവള്ളി ചെടി കേട്ടോ. അപ്പൊ ഈ ധൃതരാഷ്ട്ര പച്ച നമ്മളെ ഈ ചെടികൾക്ക് വളമായിട്ട് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുക, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് കണ്ടില്ലേ, ഈ ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞ ഈ കാട്ടുവള്ളി പറമ്പിലൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുക. അപ്പൊ നമ്മള് പറമ്പൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല രീതിയിൽ ശല്യം തന്നെയാണ്, കാരണം നമ്മൾ എന്തിട്ട് ചെടികൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേലേക്ക് പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിക്കും. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഓരോ തണ്ടിനും ഇത് പുതിയത് മുളച്ച് വരികയാണ് ചെയ്യുക. അപ്പൊ ഇത് ഒരു കാരണം വെച്ചാൽ നമ്മൾ ചെടികളെ ചോട്ടിൽ ഇത് അതേപടി പറിച്ച് ഇടാൻ വേണ്ടി പാടില്ല. ലാസ്റ്റ് നമ്മൾ ചെടിക്ക് വെക്കുന്ന വളങ്ങൾ വരെ ഇത് വലിച്ചെടുത്താൽ ചെടി നശിപ്പിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഇത് നമ്മൾ പറിച്ചിട്ട് അതേപടി തന്നെ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത്. കാരണം അതിന്റെ പൊട്ടിയ ശിഖരത്തിൽ നിന്ന് തന്നെ പുതിയ ശിഖരങ്ങൾ വന്നിട്ട് അത് നമ്മൾ ചെടിനെ നശിപ്പിക്കും. അപ്പൊ നമ്മൾ തണ്ടോടക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ വളമാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ പൈസ ചെലവില്ലാതെ തന്നെ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള നല്ലൊരു വളം ഈ ധൃതരാഷ്ട്ര പച്ചയിൽ നിന്ന് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അധിക പേരും നമ്മള് വീട്ടില് പറമ്പിലൊക്കെ ആയിട്ട് ഈ വള്ളിച്ചെടി കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേരോ കാര്യങ്ങളൊന്നും അധികം ആൾക്കാർക്കും അറിയില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല നാട്ടിലും പല പേരിലാണ് അറിയുക. അപ്പൊ ഇതിന്റെ ഇലകളൊക്കെ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. ഇത് കണ്ടില്ലേ, ഓരോ തണ്ടും തന്നെ പുതിയ ശിഖരങ്ങൾ ഇങ്ങനെ മുളച്ചു വരും. അപ്പൊ നമ്മളിത് അതേപടി നമ്മൾ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഏതോ ഒരു തണ്ട് മണ്ണിൽ തട്ടി കിടക്കാന്നുണ്ടെങ്കിൽ ഇതിന്ന് പുതിയതായിട്ട് ശിഖരങ്ങൾ വരും. അപ്പൊ നമ്മളെ ചെടിന്റെ മേലെ പടർന്ന് പന്തലിച്ചിട്ട് പോവാണ് ചെയ്യട്ടോ. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊന്നും നമ്മളെ ചെടിക്ക് കിട്ടൂല, കാരണം അത് വലിച്ചെടുത്തിട്ട് നമ്മളെ ചെടീനെ വളരാൻ വേണ്ടി അനുവദിക്കില്ല, പിന്നെ അത് നശിച്ചു പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ ഈ കാട്ടുവള്ളി ചെടിയിൽ നമ്മളെ ചെടികൾക്ക് കിട്ടേണ്ട പൊട്ടാഷ് വളം എങ്ങനെയൊക്കെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പറ്റുക എന്നുള്ളതും പറഞ്ഞുതരാം. ഇത് നമുക്ക് 3 രീതിയിൽ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇലകൾ നുള്ളിയിട്ട് നമ്മളെ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഇലകൾ ഇങ്ങനെ നുള്ളിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മുളച്ചു വരുമൊന്നുമില്ല. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ചെടികളെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത് നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്, നമ്മളൊരു ബക്കറ്റിൽ ലേശം വെള്ളം എടുത്തിട്ട്, ഒരു 10 വെള്ളം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ വെള്ളത്തിലേക്ക്. അപ്പൊ ഇതുപോലെ കത്തി വെച്ചിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് പറിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഇതിങ്ങനെ കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ അതിങ്ങനെ അലീച്ചുകളെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മള് തിരുമ്പി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ താലൊക്കെ ഉണ്ടാക്കുന്നുണ്ടില്ലേ, അതേ രൂപത്തിൽ തന്നെ ഇങ്ങനെ ഇതിലേക്ക് നല്ല ഈ വെള്ളത്തിലേക്ക് അതിന്റെ സത്തുകൾ അലിയുന്ന രൂപത്തിലായിട്ട് ഇങ്ങനെ തിരുമ്പി കൊടുക്കുക.
അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം വെള്ളത്തിൽ ഇതിങ്ങനെ ലയിച്ച് വരുന്ന വെള്ളത്തിന്റെ കളർ മാറി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മളൊരു 2-3 മണിക്കൂർ നമ്മളിത് മാറ്റി വെക്കാം. 2-3 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ ചെടികളെ ചുവട്ടിൽ ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലറി ആക്കി ചെടികൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെടികൾക്ക് പൊട്ടാഷ്യം വളം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു മുണ്ടോ അല്ലെങ്കിൽ ഒരു തുണി എടുത്തിട്ട് ആ തുണിയിലേക്ക് ഈ ഇലകളൊക്കെ വെച്ചതിന് ശേഷം അതൊരു കീ രൂപത്തിലായിട്ട് നമുക്ക് കെട്ടിയെടുക്കാം. അപ്പൊ ഇത് കീ രൂപത്തിലായിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാല് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ സത്ത് അതിൽ കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അച്ചയിലേക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടും സ്ലറി ആക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നല്ലത് ഈ ഒരു രൂപത്തിൽ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ രൂപത്തിലായിട്ട് നമുക്ക് ഇത് കെട്ടിയെടുക്കാം. അപ്പൊ നമ്മളിത് കെട്ടിയിട്ട് ഒരു ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബക്കറ്റോ അതേപോലെ ഇതുപോലത്തെ ചെറിയ ഡ്രമ്മുകളോ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു വടി കഷ്ണം അതിന്റെ മേലെ വെക്കുക. എന്നിട്ട് ഈ കിഴി നമ്മൾ ഇതിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുക. ഈ വെള്ളത്തിലേക്ക് മൂടുന്ന രൂപത്തിൽ നമ്മൾ ഇറക്കിയിട്ട് കൊടുക്കുക. അപ്പൊ ഇറക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഈ വടിന്റെ മേലായിട്ട് നമ്മളിത് കെട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് നമ്മളൊരു 7 ദിവസം 7 എന്നല്ല നമുക്ക് 10 ദിവസം ആയാലും നല്ലതാണ് കേട്ടോ. നമ്മളൊരു 10 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിടാം. അത് വെച്ചാൽ ഇതുപോലത്തെ ഒരു മഗ്ഗിലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇരട്ടി വെള്ളം കൂടി മിക്സ് ചെയ്ത് നമ്മളെ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇലകളിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ കീ ആയിട്ട് കെട്ടിട്ടതുകൊണ്ട് ചെടികളൊന്നും ഉണ്ടാവില്ല. അപ്പൊ തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഇലകളുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ഈ രൂപത്തിൽ ഇതിപ്പോ നമ്മൾ പച്ചവെള്ളത്തിലാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പൊ ഈ രൂപത്തിലല്ലാതെ നമുക്ക് ഗോമൂത്രം കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോമൂത്രത്തിലും ഇത് ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് സ്ലറി ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഗോമൂത്രത്തിലാണ് സ്ലറി ആക്കിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ 8 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടതും അതേപോലെ തന്നെ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതും. അപ്പൊ ഇത് നമ്മൾ കായ്ക്കാനായിട്ടുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ഡെയിലി ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അപ്പൊ നമ്മളതിൽ കൂടുതലായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണ വെച്ചിട്ടൊക്കെ നമുക്ക് ഇത് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിരാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പൊ എല്ലാതരം കൃഷിക്കും നമുക്കിത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ പൂന്തോട്ടം ഒരുക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ പൂ വിരിയാനൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ ഈ രൂപത്തിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാവരും ചോദിക്കും ഇത് കീ കെട്ടിയിട്ട് തന്നെ ഇടണമെന്നുള്ളത്. അങ്ങനെ തന്നെ ഇടണം എന്ന് ആവശ്യമില്ല. നമ്മൾ ഈ റമ്മിൽ തന്നെ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഈ വള്ളിച്ചെടി നമുക്ക് മുക്കിയിട്ടിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് തരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. ഇനിയിപ്പോ ഇത് 10 ദിവസം എന്ന് ഞാൻ പറഞ്ഞ 10 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് ഇതിന്റെ ഒരു എഫക്റ്റ്. നമുക്ക് 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല ഇത് നമുക്ക് കൂടുതലായിട്ട് വലിയ ഡ്രമ്മിലൊക്കെയാണ് നമ്മൾ കലക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാലം തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഈ വളം കേട് വന്ന് പോവുക അങ്ങനത്തെ ഒന്നും വരാത്തതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് നമ്മൾ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ കൊതുകുകളൊന്നും മുട്ടടാതിരിക്കാനും മറ്റു ജീവികളൊന്നും ഇതിലേക്ക് വീഴാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പൊ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചാക്കുകളോ നെറ്റുകളോ വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. കാരണം കൊതുക് ശല്യം വരാതിരിക്കാനാണ്. കൊതുകുകളൊക്കെ വന്ന് വേഗം വെള്ളത്തിൽ മുട്ടിട്ട് വെക്കും. പിന്നെ കൊതുക് ശല്യം മാറ്റാൻ വേറെ പണിയെടുക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ എന്നിട്ട് നമ്മളൊരു തണലത്തേക്ക് ഇത് മാറ്റി വെക്കാം. അപ്പൊ ഏത് തരം വളം നമ്മൾ ഉണ്ടാക്കുക, സ്ലറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ്. കാരണം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും. അപ്പൊ അതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മളിത് തണലത്തേക്ക് മാറ്റി വെക്കണം എന്നുള്ളത് പറയുന്നത്. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ജൈവ രീതിയിൽ ഇപ്പൊ പച്ചക്കറി കൃഷി അതേപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ രാസവളങ്ങൾ നമ്മൾ കൊടുക്കാതെ ഇതുപോലെ നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന പല പച്ചിലകളിലും നമുക്ക് ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മൂലങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്